അവിടെ വീശുമുറം കയ്യിലുണ്ട്. ആ വീശുമുറം വെച്ച് വീശുമ്പോൾ പതിരെല്ലാം പറന്നു പോകും. പിന്നെയോ അതിനെ കൂട്ടിവാരി തീയിലിട്ട് ചുട്ടുകളയും. നമുക്ക് യേശു പറഞ്ഞ ഈ ഉപമ എത്ര കാണാപ്പാടമാണ്. വർഷങ്ങളായി നമ്മൾ ദൈവാസന്മാർ പറഞ്ഞ് കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഈ വചനം നമുക്ക് കാണാപ്പാടവുമാണ്. പക്ഷേ ഈ വചനവും നമ്മുടെ ജീവിതവും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ള ബോധ്യമാണ് പരിജ്ഞാനം. പരിജ്ഞാനമില്ലാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം. കർത്താവിൻ്റെ വചനം ഇവിടെ നിങ്ങൾ കേൾക്കുമ്പോൾ വീട്ടിൽ കൊണ്ടുപോയി ആ വചനങ്ങളെ എടുത്തു വെച്ച് വായിച്ച് പ്രാർത്ഥിക്കണം. ദൈവമേ, എന്താണ് പാസ്റ്റർ ഇന്ന് ഈ വചനം പറഞ്ഞത്? എന്തൊക്കെയോ സംസാരിച്ചു, എല്ലാം ഒന്നും മനസ്സിലാക്കാൻ പറ്റിയതുമില്ല. അതുകൊണ്ട് ഈ വചനം ഞങ്ങൾക്ക്, ഞങ്ങളുടെ തലമുറകൾക്ക് ഗുണകരമായി തീരണം. ഈ വചനവും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ന്യായവിധിയായി തീരല്ലേ കർത്താവേ. ഈ വചനം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഞങ്ങൾക്കും എല്ലാം അനുഗ്രഹത്തിനായി തീരണമേ എന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് ദൈവം നിങ്ങളെ കൂട്ടായ്മയിൽ വരുത്തിയിരിക്കുന്നത്. ഈ കൂട്ടായ്മയിൽ സ്ഥിരമായി വരുന്ന എല്ലാ ദൈവമക്കളും ഇവിടെ നിങ്ങൾ കേൾക്കുന്ന വചനം വീട്ടിൽ കൊണ്ടുപോയി വായിക്കുകയും ധ്യാനിക്കുകയും ചിന്തിക്കുകയും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. കർത്താവേ, ഈ വചനം ഞങ്ങൾക്ക് ശിക്ഷാവിധിയാകരുതേ. ഈ വചനം ഞങ്ങൾക്ക്, ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്ക് നിത്യതയ്ക്ക് മുഖാന്തരമാക്കി തീർക്കണമെന്ന് ദൈവത്തോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. മിക്കവാറും അങ്ങനെ ചെയ്യാത്തവരുടെ വിഷയം എന്താണ്? 10 വർഷം ഈ സത്യവചനം കേട്ടിട്ട് ഒരു വിഷയം കടന്നു വരുമ്പോൾ ജാതികളെപ്പോലെയാണ് സംസാരിക്കുക. ഒരു ശകലം പോലും പ്രത്യാശയില്ല. അവരാശ്രയിച്ചിരിക്കുന്നതെല്ലാം ഈ ലോകത്തിലെ കാര്യങ്ങളിലാണ് ആശ്രയിച്ചിരിക്കുന്നത്. 10, 15, 20 വർഷം കൊണ്ട് ഈ സത്യവചനം കേൾക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴും വിഷയങ്ങൾ കടന്നു വരുമ്പോൾ ഒന്നും മനസ്സിലാക്കിയിട്ടില്ലാത്തവരെ പോലെ ജൽപ്പനങ്ങൾ പറയും. നിങ്ങൾ ധൈര്യമായിട്ട് കർത്താവ് നിങ്ങളെ സഹായിക്കും. അപ്പം മോഹം അങ്ങ് പാടും. ഒന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല, നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഭവനം ദൈവിക അന്തരീക്ഷം നിലനിൽക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് നൽകുന്ന ഈ വചനങ്ങളെ എഴുതി കൊണ്ടുപോയി വീട്ടിൽ ചെന്ന് ആ വേദഭാഗം എടുത്ത് വായിച്ച് ദൈവത്തോട് അപേക്ഷിക്കണം. കർത്താവ്, ഈ വചനം ഞങ്ങൾക്ക് പ്രകാശിപ്പിച്ച് നൽകണമേ. ഈ വചനം എനിക്കും എൻ്റെ കുഞ്ഞു കുട്ടികൾക്കും അനുഗ്രഹവും ശുദ്ധീകരണമായി തീരട്ടെ. അല്ലെങ്കിൽ ആത്മീക അന്തരീക്ഷം വീട്ടിലില്ലാതെ പോയാൽ ഇരുളിൻ്റെ ശക്തികൾ നമ്മുടെ വീട്ടിനകത്തേക്ക് ഇറങ്ങി വന്ന് 4 ഭാഗത്ത് നിന്ന് നിങ്ങൾ ഞെരുക്കാൻ തുടങ്ങുമ്പോഴോ നിങ്ങൾക്കുള്ളിൽ പ്രത്യാശയില്ലാത്തത് കൊണ്ട് നിങ്ങൾ ഞരങ്ങിപ്പോകും. നിങ്ങളുടെ മുഖം കാണുമ്പോൾ നാട്ടുകാർക്കറിയാം എന്തോ പറ്റി ഇവർക്ക്. നിങ്ങൾ ഏത് പള്ളിയിലാണ് പോകുന്നത്? ഊടാരത്തിലാണ് പോകുന്നത്. അത് ശരി അല്ലേ? കാര്യം മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ഭവന അന്തരീക്ഷം ആത്മീകമാകണം, അന്തരീക്ഷം ശുദ്ധീകരിക്കപ്പെടണം. ഈ കേൾക്കുന്ന സത്യവചനം അനുസരിച്ച് ജീവിക്കാനുള്ള കർത്താവ് എങ്ങനെയെങ്കിലും അക്കരെ എത്തണം. ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും അക്കരെ എത്തണം. ആ ഒരു ആഗ്രഹമായിരിക്കണം നിങ്ങളുടെ മുമ്പിൽ എപ്പോഴും നിൽക്കേണ്ടത്. ആ വചനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ഭവന അന്തരീക്ഷം ശുദ്ധീകരിക്കപ്പെടും.